നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ കയ്പമംഗലത്ത് നിന്ന് 1.5 കിലോയോളം കഞ്ചാവുമായി ബീഹാർ സ്വദേശികളായ തൊഴിലാളികൾ അറസ്റ്റിൽ. കൊരട്ടി ചിറങ്ങരയിൽ പുലിയെ കണ്ടതായി സൂചന. ജനം പരിഭ്രാന്തിയിൽ. കൊടുവാൾ കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കൊലപാതക കേസിലെ പ്രതി റിമാൻഡിൽ. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി KM അച്യുതൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. വേലുപാടം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന 9ാമത് തീർത്ഥാടന പദയാത്ര ബുധനാഴ്ച നടക്കും. മോതിരക്കണ്ണി SNDP LP സ്കൂളിൽ പഠനോത്സവം നടത്തി. ചാലക്കുടി ടൗൺ സഹകരണ ബാങ്കിൽ അംഗസമാശ്വാസ നിധിയിൽ നിന്നും ലഭിച്ച ധനസഹായം വിതരണം ചെയ്തു. മികവിന്റെ അവതരണവുമായി കൊരട്ടി പഞ്ചായത്ത് തല പഠനോത്സവം. അപകടങ്ങളും മരണങ്ങളും തുടർച്ചയായി ഉണ്ടാകുന്ന പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ അടയ്ക്കാൻ തീരുമാനം. ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിൽ തൊഴിൽ സഹായ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തയിലേക്ക്. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ കയ്പമംഗലത്ത് നിന്ന് 1.5 കിലോയോളം കഞ്ചാവുമായി ബീഹാർ സ്വദേശികളായ തൊഴിലാളികൾ അറസ്റ്റിൽ. ബീഹാർ സ്വദേശികളായ ബാസിഹ, ഷേഖ് നയീം, മുഹമ്മദ് ഗൌരാഖ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് പിടികൂടിയത്. ഇവർ കുടുംബമായി താമസിച്ചിരുന്ന പെരിമംഗലത്ത് നിന്നുള്ള വീട്ടിൽ നിന്ന് 1.5 കിലോ കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. ചെറിയ പാക്കറ്റുകളിലായി വിതരണത്തിന് തയ്യാറാക്കിയ നിലകളിലായിരുന്നു കഞ്ചാവ്. രഹസ്യ വിവരത്തെ തുടർന്ന് ഒരാഴ്ചയോളമായി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് സിയാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽ കുമാർ, ഗിരീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ്, KS അനന്തു എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കൊരട്ടി ചിറങ്ങരയിൽ പുലിയെ കണ്ടതായി സൂചന. ജനം പരിഭ്രാന്തിയിൽ. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് പണ്ടാരത്തിൽ ധനേഷിന്റെ വീട്ടുമുറ്റത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. വളർത്തുനായയുടെ ശബ്ദം കേട്ട് എത്തിയ വീട്ടുകാർ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പുലിയുടെ ദൃശ്യം കണ്ടത്. നായയെ കാണാനില്ല, പുലി കൊണ്ടുപോയെന്നാണ് കരുതുന്നത്. ഇൻസ്പെക്ടർ അമൃതരംഗന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി പരിശോധന നടത്തി. വനം വകുപ്പിലും വിവരം അറിയിച്ചതായി നാട്ടുകാർ പറഞ്ഞു. ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതായി വിവരം പടർന്നതോടെ നാട്ടുകാർ പുറത്തിറങ്ങാൻ പോലും ഭയക്കുകയാണ്. തൊട്ടടുത്ത കാടുപിടിച്ചു കിടക്കുന്ന പറമ്പിലേക്ക് പുലി ഓടി മറഞ്ഞെന്നാണ് വീട്ടുകാർ പറയുന്നത്. എന്നാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്താതെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കില്ല. കൊടുവാൾ കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കൊലപാതക കേസിലെ പ്രതി റിമാൻഡിൽ. ആളൂരിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. വട്ടപ്പറമ്പിൽ അമീഷ് എന്നയാളുടെ വീട്ടിലേക്ക് 4 പേർ കൊടുവാളും ഇരുമ്പ് പൈപ്പും കൈവശം വെച്ച് അതിക്രമിച്ച് കയറിയാണ് അമീഷിന്റെ കഴുത്തിനു നേരെ വെട്ടിയത്. അമീഷിന്റെ ചേട്ടൻ തടഞ്ഞപ്പോൾ ഇടതു കൈയിലെ വിരലുകൾ അറ്റുപോയി ഗുരുതര പരിക്കേറ്റു. അമീഷിന് ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിയേൽക്കുകയും ചെയ്തു.
പ്രതിയായ ആളൂർ കച്ചേരിപ്പടി ഇല്ലത്തുപറമ്പിൽ 25 വയസ്സുള്ള മുഹമ്മദ് ജാസിഖ് എന്നയാളെയാണ് ആളൂർ പോലീസ് പിടികൂടിയത്. അമീഷിനോട് മുമ്പ് മുഖ്യപ്രതിയായ കുഞ്ഞിമല്ലു എന്ന് വിളിക്കുന്ന അരുൺ പണം കടം ചോദിച്ചത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്താലാണ് ഇവർ അമീഷിനെയും സഹോദരനെയും ആക്രമിച്ചതെന്ന് പോലീസ് പറയുന്നു. ആളൂർ പോലീസ് ഇൻസ്പെക്ടർ ബിനീഷ് കെ.എം, ഡാൻസ് ഓഫ് സംഘങ്ങളായ സബ് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഉമേഷ്, ജീവൻ, സൂരജ്, ഷിൻഡോ, ആളൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ സുരേന്ദ്രൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ആഷിഖ്, സവീഷ്, ഹരികൃഷ്ണൻ എന്നിവർ ചേർന്നാണ് ജാസിഖിനെ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി KM അച്യുതൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 2025 ഏപ്രിൽ 1 മുതൽ അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി മലപ്പുറം മുതൂർ കവരപ്പമാരത്ത് മനയിൽ KM അച്യുതൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ഇന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ നറുക്കെടുപ്പിലാണ് KM അച്യുതൻ നമ്പൂതിരിക്ക് ശ്രീ ഗുരുവായൂരപ്പന്റെ മേൽശാന്തിയാകാനുള്ള നിയോഗം ലഭിച്ചത്. ഉച്ചപൂജ നിർവഹിച്ച മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയാണ് നമസ്കാര മണ്ഡപത്തിൽ വെച്ച് വെള്ളിക്കുടത്തിൽ നിന്ന് നറുക്കെടുത്തത്. മേൽശാന്തി തെരഞ്ഞെടുപ്പിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാട് കൂടിക്കാഴ്ചയ്ക്കായി ക്ഷണിച്ച 51 പേരിൽ 44 പേർ ഹാജരായി. ഇവരിൽ നിന്നും യോഗ്യത നേടിയ 38 പേരുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച ശേഷമാണ് നറുക്കിട്ടത്. തെരഞ്ഞെടുക്കപ്പെടുന്ന മേൽശാന്തി ക്ഷേത്രത്തിലെ ഭജനത്തിന് ശേഷം മാർച്ച് 31-ന് അടയാള ചിഹ്നമായ താക്കോൽ കൂട്ടം ഏറ്റുവാങ്ങി പുറപ്പെടാ ശാന്തിയായി ചുമതലയേൽക്കും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, മാധ്യമ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. വേലുപ്പാടം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന 9ാമത് തീർത്ഥാടന പദയാത്ര ബുധനാഴ്ച നടക്കും. രാവിലെ 7-ന് അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് അങ്കണത്തിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്ര പള്ളിക്കുന്ന് പള്ളി വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്യും. 1000-ലേറെ വിശ്വാസികൾ പങ്കെടുക്കുന്ന പദയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. രാവിലെ 10-ന് പദയാത്ര തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് നടക്കുന്ന ആഘോഷമായ പാട്ട് കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിനോർ ജെയ്സൺ കൂനംപ്ലാക്കൽ കാർമ്മികത്വം വഹിക്കും. ഫാദർ വർഗീസ് ഊക്കൻ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് നടക്കുന്ന ശ്രാദ്ധ ഊട്ടിൽ 10,000-ഓളം പേർ പങ്കെടുക്കും. തിരുശേഷിപ്പ് വണങ്ങുന്നതിനായുള്ള സൗകര്യങ്ങൾ പിതാപാതയിൽ ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ നിർധന കുടുംബത്തിന് നിർമ്മിച്ച 2ാമത്തെ കാരുണ്യ ഭവനത്തിന്റെ വെഞ്ചിരിപ്പ് ചടങ്ങിൽ നടക്കും. തീർത്ഥാടന കേന്ദ്രം വികാരി ഫാദർ ഡേവിസ് ചെറയത്ത്, ജനറൽ കൺവീനർ ഷിജോ ഞെരിഞ്ഞാമ്പള്ളി, ട്രസ്റ്റി പോൾ മഞ്ഞളി, PRO ബൈജു വാഴക്കാല തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മോതിരക്കണ്ണി SNDP LP സ്കൂളിൽ പഠനോത്സവം നടത്തി. ഹെഡ്മിസ്ട്രസ് നീന ആന്റണി സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് വിജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് വാർഡ് മെമ്പർ ആനി ജോയ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ TB ഷാജി ആമുഖ പ്രസംഗം നടത്തി. കല്യാണി ടീച്ചർ, ഹസീന, സ്നേഹ പ്രകാശ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്റ്റാഫ് സെക്രട്ടറി സ്നേഹ പ്രകാശ് നന്ദി രേഖപ്പെടുത്തി. അപ്പോൾ പുതിയ ആൾക്കാർ കുറച്ച് പേര് വരികയും ചെയ്യും അല്ലേ? അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും ഇല്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കേട്ടോ. ചാലക്കുടി ടൗൺ സഹകരണ ബാങ്കിൽ അംഗസമാശ്വാസ നിധിയിൽ നിന്നും ലഭിച്ച ധനസഹായം വിതരണം ചെയ്തു. ചാലക്കുടി ടൗൺ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ജോയ് മൂത്തേടന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ അസുഖബാധിതരായ ബാങ്ക് മെമ്പർമാരിൽ NK റാഫേൽ, ഗ്രേസി ആന്റണി, ബെന്നി KR, സന്തോഷ് UK, ലാൽ PG, തോമസ് ജോസഫ് P എന്നീ മെമ്പർമാർക്ക് അംഗസമാശ്വാസ നിധിയിൽ നിന്നും ലഭിച്ച ധനസഹായം ബാങ്ക് മുൻ പ്രസിഡന്റ് MM അനിൽകുമാർ വിതരണം ചെയ്തു. യോഗത്തിൽ ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും പങ്കെടുത്തു. ഗവൺമെന്റ് തലത്തിലും മെമ്പേഴ്സ് റിലീഫ് ഫണ്ട് എന്ന് പറയുന്ന റിലീഫ് ഫണ്ടും ബാങ്കിൻ്റെതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സഹകരണ മേഖലയുടെ ഒരു മികവിൻ്റെ ഒന്നാമത്തെ കാര്യം. ഞാൻ ഇതിലിപ്പോൾ ഇത് വിതരണം ചെയ്യുന്നത് ഒരിക്കലും സന്തോഷത്തോടെയല്ല. മികവിന്റെ അവതരണവുമായി കൊരട്ടി പഞ്ചായത്ത് തല പഠനോത്സവം.
പഠനത്തിന്റെ ഭാഗമായി കുട്ടികൾ ഉൾക്കൊണ്ട കാര്യങ്ങൾ നിർഭയമായി കുട്ടികൾ കളികളിലൂടെയും അഭിനയങ്ങളിലൂടെയും വാചികമായും അവതരിപ്പിക്കുന്ന കൊരട്ടി പഞ്ചായത്ത് തല പഠനോത്സവം കൊരട്ടി പഞ്ചായത്ത് LP സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു. ഇതൊരു മത്സരമല്ല, പരീക്ഷയുമല്ല എന്ന പ്രഖ്യാപനത്തോടെ നടന്ന പഠനോത്സവം ഉദ്ഘാടനം കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും BRCയും സംയുക്തമായി സംഘടിപ്പിച്ച വിദ്യാർത്ഥികളുടെ ലഘുനാടകങ്ങൾ, മൂകാഭിനയം, ഡോക്യുമെന്റേഷൻ, സംഘനൃത്തങ്ങൾ തുടങ്ങി വിവിധ കലാപരിപാടികളുടെ അവതരണങ്ങളാണ് പഠനോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായത്. കൊരട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് KR സുമേഷ്, നൈനു റിച്ചു, BRC കോർഡിനേറ്റർ ബെറ്റി ഐവിൻ, PTA പ്രസിഡന്റ് റുനിത CK, പ്രധാന അധ്യാപിക സിനി ഗോപാൽ, രാജീവ് ഉപ്പത്ത് എന്നിവർ പ്രസംഗിച്ചു. അപകടങ്ങളും മരണങ്ങളും തുടർച്ചയായി ഉണ്ടാകുന്ന പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ അടയ്ക്കാൻ തീരുമാനം. നേരത്തെ ഇവിടെയുള്ള റോഡ് ക്രോസിംഗ് അടയ്ക്കണമെന്ന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു. അപകടങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ സ്ഥലം സന്ദർശിച്ച ഗതാഗത മന്ത്രിയും ഉദ്യോഗസ്ഥരും ഇവിടെ ക്രോസിംഗ് ഒഴിവാക്കണമെന്ന അഭിപ്രായം അറിയിച്ചിരുന്നതാണ്. എന്നാൽ പ്രധാനപ്പെട്ട എഴുന്നള്ളത്ത് പാത, റോഡ് ദേശീയപാത ക്രോസ് ചെയ്യാൻ ബദൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ഉണ്ടായതിനാൽ അടയ്ക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് MLA, നഗരസഭാ ചെയർമാൻമാർ എന്നിവരുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് ഇവിടെ അണ്ടർ പാസേജ് നിർമ്മിക്കാൻ NHI അനുമതി നൽകുകയും ഇതിന് 43 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി വരുന്നുണ്ട്. മാർച്ച് മാസം കഴിയുന്നതോടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന് ഇന്ന് ചേർന്ന യോഗത്തിൽ NHI അധികൃതർ അറിയിച്ചു. ചാലക്കുടി നഗരസഭ കാര്യാലയത്തിൽ തൊഴിൽ സഹായ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഉദ്യോഗാർത്ഥികളെയും തൊഴിലന്വേഷകരെയും സഹായിക്കുന്നതാണ് പദ്ധതി. തൊഴിലന്വേഷകരെ PWMS ജോബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനും ജോലിക്ക് അപേക്ഷിക്കാനും സഹായിക്കുന്നതിനായി ജോബ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നതാണ്. തൊഴിലന്വേഷകരായുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ ലഭിക്കുവാൻ വേണ്ട സേവനങ്ങളും സൗകര്യങ്ങളും നൽകുന്ന വിജ്ഞാന സേവന കേന്ദ്രമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. നഗരസഭയുടെ പ്രവൃത്തി ദിവസങ്ങളിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. കില ഫാക്കൽറ്റി VK ശ്രീധരൻ പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ജനപ്രതിനിധികൾ, നഗരസഭാ സെക്രട്ടറി, KDISC പ്രതിനിധി അഞ്ജു, ശില്പ, വിജ്ഞാന കേരളം കോർഡിനേറ്റർ സ്വാതി, ഡോക്ടർ K സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീതി ബാബു സ്വാഗതവും കില DRP ബീന ഡേവിസ് നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില 10 രൂപ കുറഞ്ഞു. ഗ്രാമിന് 8220 രൂപ, പവന് 65,760 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ കയ്പമംഗലത്ത് നിന്ന് 1.5 കിലോയോളം കഞ്ചാവുമായി ബീഹാർ സ്വദേശികളായ തൊഴിലാളികൾ അറസ്റ്റിൽ. കൊരട്ടി ചിറങ്ങരയിൽ പുലിയെ കണ്ടതായി സൂചന, ജനം പരിഭ്രാന്തിയിൽ. കൊടുവാൾ കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കൊലപാതക കേസിലെ പ്രതി റിമാൻഡിൽ. ഗുരുവായൂർ ക്ഷേത്ര മേൽശാന്തിയായി KM അച്യുതൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. വേലുപാടം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന 9ാമത് തീർത്ഥാടന പദയാത്ര ബുധനാഴ്ച നടക്കും. മോതിരക്കണ്ണി SNDP LP സ്കൂളിൽ പഠനോത്സവം നടത്തി.
ചാലക്കുടി ടൗൺ സഹകരണ ബാങ്കിൽ അംഗസമാശ്വാസ നിധിയിൽ നിന്നും ലഭിച്ച ധനസഹായം വിതരണം ചെയ്തു. മികവിന്റെ അവതരണവുമായി കൊരട്ടി പഞ്ചായത്ത് തല പഠനോത്സവം. അപകടങ്ങളും മരണങ്ങളും തുടർച്ചയായി ഉണ്ടാകുന്ന പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ അടയ്ക്കാൻ തീരുമാനം. ചാലക്കുടി നഗരസഭ കാര്യാലയത്തിൽ തൊഴിൽ സഹായ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.